റൂമിലെത്തിയ റോഷ്നി ആദ്യം ചെയ്ത് കയ്യിലുള്ള ലേസിന്റെ ഒരു ഫോട്ടോ എടുത്ത് നേരെ ഹരിയുടെ നമ്പറിലേക്ക് അയച്ചു കൊടുത്തു. അപ്പം താങ്ക് യു ഹരിക്കുട്ട എന്നൊരു മെസ്സേജും അയച്ചു. കുടി കഴിഞ്ഞ് ഇറങ്ങി വന്ന് സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞ ശേഷം ബെഡിൽ കിടക്കുന്ന ഫോൺ എടുത്ത് നോക്കി. തിരിച്ചൊരു സ്മൈലിയും അയച്ചിട്ടുണ്ട്. ഓൺലൈനിൽ ഉണ്ടെന്ന് കണ്ടതും റോഷ്നി വീഡിയോ കോൾ അടിച്ചുകൊണ്ട് ബെഡിലേക്ക് ഇരുന്നു. ഹെഡ് പ്ലാസ്റ്റിക് ചാരി ഇരുന്നുകൊണ്ട് ഫോണിലേക്ക് നോക്കി. കോൾ അറ്റൻഡ് ആക്കിയിട്ടുണ്ട്. എന്താണ് കുഞ്ഞിപ്പണേ, ഉറക്കമൊന്നുമില്ലേ? എടുത്ത പാടെ ഒരു ചോദ്യം. റോഷ്നി അതിനൊന്നും മിണ്ടിയില്ല. സ്ക്രീനിൽ കാണുന്ന അവന്റെ മുഖത്തേക്ക് നോക്കി. ബെഡിൽ കിടക്കുകയാണെന്ന് തോന്നുന്നു. ഷർട്ട് ഇട്ടിട്ടില്ല. മുഖവും കഴുത്തൊക്കെ കാണാനുണ്ട്. ഉറങ്ങാൻ കിടന്നു. ഹരിക്കുട്ടനെ ലൈനിൽ കണ്ടപ്പോ ചുമ്മാ അടിച്ചു നോക്കിയതാ. റോഷ്നി അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഹരി അതിനൊന്നും മോളി ഭക്ഷണം കഴിച്ചോ? കഴിച്ചു. കിടന്നു. നീ കഴിച്ചില്ലേ? ഞാനും കഴിച്ചു. ഏട്ടന്റെ കൂടെ കോളേജിൽ പോയതാ. വരുമ്പോ ബാളിൽ ഒന്ന് കയറി കഴിച്ചിട്ടാ വന്നത്. ഇപ്പോ കുളിയൊക്കെ കഴിഞ്ഞ് കിടന്നു. റോഷ്നി പറയുമ്പോൾ ഹരി മോളി. ഹരി തലയിണിലേക്ക് മുഖം അമർത്തി കമിഴ്ന്ന് കിടന്നു. അപ്പം ഫോൺ ചിരിച്ചു വെച്ചുകൊണ്ട് സ്ക്രീനിലേക്ക് നോക്കി. റോഷ്നിയുടെ കണ്ണുകളും അവനിലായിരുന്നു. ഇമ വെട്ടാതെയുള്ള അവന്റെ നോട്ടത്തിൽ. നാളെ മുതൽ ക്ലാസ്സിന് പോകുന്നുണ്ടോ? ഇല്ല, ഈ വീക്ക് ഇങ്ങനെ കഴിയട്ടെ. അടുത്ത മൺഡേ മുതൽ പോണം. ഇനി 2 ദിവസമല്ലേ ഉള്ളൂ. ഏട്ടത്തി വിളിച്ചില്ലേ? ഇല്ല. ഭക്ഷണം കഴിക്കാവോ? പിന്നെ പുതുമോടിയല്ലേ, രാത്രിയിൽ വിളിക്കണമെന്നൊന്നും വാശി പിടിക്കരുത്. ചിരി കടിച്ചു പിടിച്ചുകൊണ്ട് അവൾ പറയുമ്പോൾ ഹരി അവളിൽ നിന്ന് കണ്ണൊട്ടി നോക്കി. റോഷ്നി പൊട്ടിച്ചിരിച്ചു. വായിൽ തോന്നിയത് പറയാതെ മര്യാദയ്ക്ക് കിടന്നുറങ്ങിക്കോ നീ. അവളുടെ നിറഞ്ഞ ചിരിയിലേക്ക് നോക്കിയത് ചെറു ചിരിയോടെ ഹരി പറഞ്ഞു. ഞാൻ ഉറങ്ങിക്കോളാം. ഹരിക്കുട്ടൻ എന്താ എന്നെ കാണാതെ പോയേ? ഞാൻ വന്നിട്ട് പോയായിരുന്നില്ലേ? ഞാൻ ഇന്ന് വരുമെന്ന് നിന്നോട് പറഞ്ഞതല്ലേ? നീ അവിടെ ഇല്ലാത്തത് എന്റെ കുഴപ്പമാണോ? പിന്നെ നിന്നെ കാത്ത് നിൽക്കുവാന്നൊക്കെ പറഞ്ഞാൽ അത് മോശമല്ലേ? അവർക്ക് എന്ത് കരുതും? ഹരി ഒരു വല്ലായ്മയുടെ പറയുമ്പോൾ റോഷ്നി പിന്നെ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. വരുമെന്ന് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ടായില്ല. അല്ലെങ്കിൽ ഞാൻ നേരത്തെ വന്നിരുന്നേനെ. അവനിന്ന് കാണണമെന്നുള്ള ആഗ്രഹം ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാകും. അവളത് തുറന്ന് സമ്മതിച്ചു. അതെന്താ, സാരില്ല, പിന്നെ ഒരിക്കൽ കാണാം. അല്ലെങ്കിൽ എന്തിനാ കാണുന്നത്? ഇങ്ങനെ കണ്ടാ പോരെ? ഇതിലും പരസ്പരം കാണുന്നില്ലേ? ഇതുപോലെ കാണുന്ന പോലെയാണോ നേരിട്ട് കാണുന്നത്? ചോദിക്കുമ്പോൾ അവൾ പോലും അറിയാതെ അവളെ ശബ്ദം മാർദ്രമായി. അല്ലേ? റോഷ്നിയുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ഹരി ചോദിച്ചു. കണ്ണെടുക്കാതെ ഒരു നോട്ടം. റോഷ്നിക്ക് പിന്നെ അവനോടൊന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല. ഉറക്കം വരുന്നുണ്ട്, ഞാൻ കട്ടാക്കണം. ഗുഡ് നൈറ്റ്. റോഷ്നി പറയലും ഫോൺ ഓഫ് ആക്കലും കഴിഞ്ഞിരുന്നു. കട്ടായ ഫോണിലേക്ക് സ്ക്രീനിലേക്ക് നോക്കിക്കൊണ്ട് ഹരി ഒന്ന് ചിരിച്ചു. ശേഷം തലയിണിലേക്ക് മുഖം അമർന്ന് കിടന്നു. റോഷ്നിയുടെ അവസ്ഥയും മറിച്ചല്ല. കട്ടായി ഫോൺ നെഞ്ചോട് അമർത്തി അവളൊന്ന് ചിരിച്ചു. ശേഷം ബെഡിലേക്ക് കമിഴ്ന്ന് കിടന്നു. തലയിണ നെഞ്ചിലേക്ക് അമർത്തി അതിനെ ചുറ്റി പിടിച്ചുകൊണ്ട് കിടന്നു. ലച്ച് കുളി കഴിഞ്ഞിറങ്ങുമ്പോൾ റയൻഷ് ലാപ്പം കൊണ്ട് സെറ്റിൽ ഇരിക്കുന്നുണ്ട്. ലച്ച് ഫോൺ എടുത്ത് ബാൽക്കണിയിലേക്ക് പോയി. ഹരി വിളിച്ച് സംസാരിച്ച് തിരിച്ചു വരുമ്പോൾ റയൻഷ് അവന്റെ വർക്ക് കഴിഞ്ഞ് കുളിക്കാൻ കയറിയിട്ടുണ്ട്. ലച്ച് മുടിയൊക്കെ നേരെയാക്കി ഒതുക്കി കെട്ടി താഴേക്ക് പോയി ഒരു കുപ്പി വെള്ളം കൊണ്ടുവന്നു. എല്ലാവരും ഉറങ്ങിയിട്ടുണ്ട്. റൂമിലേക്ക് കയറുമ്പോഴാണ് രുദ്രൻ ഡോർ തുറക്കുന്ന ശബ്ദം കേട്ട് ലച്ചു തിരിഞ്ഞു നോക്കി. ലച്ചു ഉറങ്ങിയില്ലേ? ഇല്ല, കിടക്കാൻ പോവാ. ഒരു കുപ്പി വെള്ളം എടുക്കാൻ പോയതാ. ഞാൻ 5 മിനിറ്റ് കോഫി ഉണ്ടാക്കാൻ പോവാ. അവൾക്ക് ഭയങ്കര തലവേദന. ചൂടുള്ള എന്തെങ്കിലും കുഴിച്ചാലേ മാറൂ. അതും പറഞ്ഞുകൊണ്ട് വാതിൽ ചാരി രുദ്രൻ മുന്നോട്ട് നടന്നു. അയ്യോ, തലവേദന ഇതുവരെ മാറിയില്ലേ? നേരത്തെയും പറഞ്ഞിരുന്നു തലവേദനിക്കുന്നുണ്ടെന്നും. രുദ്രേട്ടൻ ഏട്ടത്തിന്റെ അടുത്തേക്ക് ചെല്ല്, കോഫി ഞാൻ ഇട്ടുകൊണ്ട് തരാം. ലച്ചു പറഞ്ഞതും രുദ്രനൊന്ന് ചിരിച്ചു. അതൊന്നും വേണ്ട, മോള് പോയി കിടന്നോ. അതൊന്നും സാരില്ല, ഞാൻ ഉറങ്ങുന്ന സമയം ആവുന്നേ ഉള്ളൂ. രുദ്രേട്ടൻ റൂമിലേക്ക് ചെല്ല്, ഞാൻ ഉണ്ടാക്കിക്കൊണ്ടുവരാം. ഒരു ഗ്ലാസ് കോഫി അല്ലേ, അതുണ്ടാക്കാൻ എന്താ പണി? ലച്ചു വല്ലാതെ നിർബന്ധിച്ചപ്പോൾ രുദ്രൻ അവന്റെ റൂമിലേക്ക് കയ്യിലുള്ള കുപ്പി റൂമിലെ ടേബിൾ വെച്ച ശേഷം അവൾ താഴേക്ക് നടന്നു. 10 മിനിറ്റുള്ളിൽ നല്ലൊരു കോഫി ഉണ്ടാക്കി ലച്ചു ഡോറിൽ തട്ടി. താങ്ക് യു. രുദ്രൻ മനസ്സ് തുറന്നൊരു നന്ദി പറഞ്ഞു. ലച്ചു അതിന് ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. 5 ബെഡിൽ കിടക്കുന്നുണ്ട്. കണ്ണുകൾ അടച്ചാണ് കിടക്കുന്നത്. വലത്തെ കൈകൊണ്ട് നെറ്റിയിൽ അമർത്തി തടവുന്നുണ്ട്. വേദന മാറിയില്ല ഏട്ടത്തി? ലച്ചു ചോദിച്ച ചോദ്യത്തിന് 5 മറുപടി ഒന്നും പറഞ്ഞില്ല. കുറവില്ല, പിന്നെ കൂടാണ്. സംസാരിക്കുമ്പോഴാണ് നല്ല തലവേദന. രുദ്രൻ പറയുമ്പോൾ ലച്ചു ഒന്ന് മൂളി. ശേഷം റൂമിൽ നിന്നും തിരിഞ്ഞു നടന്നു. നിനക്ക് എന്താ അഞ്ജലി? ലച്ചു ചോദിച്ച ചോദ്യത്തിന് ഒരു മറുപടി കൊടുക്കായിരുന്നില്ലേ? പാവം കുട്ടി, അതല്ലേ നിനക്ക് കോഫി ഉണ്ടാക്കിക്കൊണ്ടുവന്നത്? റൂമിൽ അടച്ച് ലോക്കാക്കി വരുമ്പോൾ ബെഡിൽ എഴുന്നേറ്റിരുന്ന് കോഫി ആസ്വദിച്ച് കുടിക്കുന്ന അഞ്ജുവിനെ നോക്കി രുദ്രൻ ദേഷ്യത്തിൽ ചോദിച്ചു. അഞ്ജു അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. കണ്ണുകൾ അടച്ചുണ്ട കോഫിയുടെ രുചിയിൽ അവൾ മതി മറന്നു. ലച്ചു റൂമിലേക്ക് വരുമ്പോൾ അവളുടെ കയ്യിൽ ഒരു കോഫി ഉണ്ടായിരുന്നു. അവളെ കാത്ത് ബെഡിലിരിക്കുന്ന റയാൻഷിന്റെ പുരുകം ചുളിഞ്ഞു. ചോദിക്കാതെ ഒരു കോഫി. ഏട്ടത്തിക്ക് ഭയങ്കര തലവേദന. ഞാൻ വെള്ളെടുക്കാൻ പോയപ്പോൾ ഏട്ടൻ കോഫി ഉണ്ടാക്കാൻ വന്നതാ. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് കൊടുത്തു. കൂടത്തിൽ കിച്ചുവേടനും ഉണ്ടാക്കി. ഇതാ. കയ്യിലുള്ള കപ്പ് അവന് നേരെ നീട്ടി പറയുമ്പോൾ അവനിത് വാങ്ങി
മിറർ ടേബിളിന് മുന്നിൽ വെച്ചു. ശേഷം ലച്ചുവിന്റെ ഇടുപ്പിൽ പിടിച്ചുകൊണ്ട് അവനോട് ചേർത്ത് നിർത്തി. ഇപ്പോൾ ഉണ്ടാക്കി കൊണ്ട് കൊടുത്തത് കൊടുത്തു, ഇനി ഉണ്ടാക്കി കൊടുക്കരുത്, ഇതൊരു ശീലമാകും കേട്ടോ. വയ്യാത്തത് കൊണ്ടല്ലേ? റയൻ ലച്ചുവിന്റെ മുടിയിഴകളെ അവളുടെ ചെവിക്ക് പിന്നിലേക്ക് തിരികൊണ്ട് പറഞ്ഞതിനെ ലച്ചു സംശയത്തോടെ ചോദിച്ചു. വയ്യാത്തതോ വൈകാത്തതോ ആവട്ടെ, അതൊന്നും നമ്മൾ ബാധിക്കുന്ന കാര്യമല്ല. ഇതുപോലെ തന്നെ ഛർദ്ദിച്ച് കിടന്നപ്പോൾ അമ്മ ഒരു ഗ്ലാസ് ജ്യൂസ് ഉണ്ടാക്കി കൊടുത്തതാ. പിന്നെ അമ്മ ഉണ്ടാക്കി കൊടുക്കുന്ന ജ്യൂസ് മാത്രമേ അവൾ കുടിക്കൂ, ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കില്ല. അതുകൊണ്ട് പറയുകയാണ്, ഇനി മേലിൽ ഇതുപോലെ ഒന്നും ചെയ്തു കൊടുക്കരുത്. കുമ്പിട്ടുന്ന വലതും എടുക്കുന്നത് കണ്ടാൽ എടുത്തു കൊടുത്തു, അല്ലാതെ ഒന്നിനും ആ ഭാഗത്തേക്ക് പോവരുത്. റയാൻഷ് തറപ്പിച്ചു പറയുമ്പോൾ ലച്ചു ഒന്നും മിണ്ടാതെ തലയാട്ടി കൊടുത്തു. റയാൻഷിന്റെ ശബ്ദം ഗൗരവം നിറഞ്ഞ മുഖത്തേക്ക് നോക്കി എന്തെങ്കിലും പറയാനോ ചോദിക്കാനായുള്ള ധൈര്യം അവൾക്കില്ലായിരുന്നു. പിറ്റേന്ന് രാവിലെ ലച്ചു റയാൻഷിന്റെ ഒപ്പമാണ് എഴുന്നേറ്റത്. അവൻ കുളിച്ചു മാറ്റി താഴേക്ക് പോകുന്നതിനൊപ്പം തന്നെയാണ് ലച്ചും താഴേക്ക് പോയത്. ആ ലക്ഷ്മി വന്നോ? അഞ്ജുവിന് നിന്റെ കൈകൊണ്ട് കോഫി ഉണ്ടാക്കി കുടിക്കണമെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ഈ നേരം വരെയും ഒന്നും കുടിച്ചിട്ടുമില്ല, കഴിച്ചിട്ടുമില്ല. വല്യമ്മ പറയുമ്പോൾ ലച്ചു നോക്കിയത് റയാൻഷിനെയാണ്. അവൻ പറഞ്ഞ കാര്യങ്ങൾ അത്ര സത്യമാണ്, അതാണ് ലച്ചു ചിന്തിച്ചത്. നടക്കാൻ പോകുന്ന കാര്യങ്ങൾ അവൻ മുൻകൂട്ടി കാണുന്നത് എത്ര ശരിയാണ്. ചില പോയി ഒരു കോഫി ഉണ്ടാക്കി കൊടുക്ക്. വല്യമ്മ പറയുമ്പോൾ റയാൻഷ് അവരെന്ന് നോക്കി. ആ പറഞ്ഞത് അവന് പിടിച്ചിട്ടില്ല എന്നത് അവർ അറിഞ്ഞോട്ടെ എന്ന രീതിയിൽ തന്നെ അവൻ നോക്കി. ഗർഭിണിയല്ലേ കിച്ചു, ആ കുട്ടി എന്തെങ്കിലും ഒരു ആഗ്രഹം പറഞ്ഞാൽ നമ്മൾ വേണ്ടേ അതുണ്ടാക്കി കൊടുക്കാൻ? വല്യമ്മ ചീരിയോടെ പറയുമ്പോൾ റയാൻഷ് ഒന്ന് ചിരിച്ചു. എന്നിട്ട് വല്യമ്മ എന്താ ഇതുവരെ അഞ്ചിരിക്കൊന്നും ഉണ്ടാക്കി കൊടുക്കാതിരുന്നത്? ഉണ്ടാക്കി കൊടുക്ക്, ഗർഭിണിയല്ലേ. റയാൻഷ് അതും പറഞ്ഞുകൊണ്ട് ഹാളിലേക്ക് നടക്കുമ്പോൾ അവന്റെ ഭാര്യയെ കൊണ്ട് കോഫി ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞത് അവന് പിടിച്ചില്ലെന്ന് അവിടെയുള്ള എല്ലാവർക്കും മനസ്സിലായി. ലക്ഷ്മല്ല അടുക്കളയിലേക്ക് വലിഞ്ഞു. എന്തോ അവിടെ നിൽക്കാൻ അവൾക്കും തോന്നിയില്ല. ഒരു കോഫിയല്ലേ കിച്ചു, അതുണ്ടാക്കി കൊടുത്താൽ എന്താ? റയാൻഷ് പറഞ്ഞത് ഇഷ്ടപ്പെടാതെ അപ്പച്ചി അവനെ നോക്കി പറഞ്ഞു. സെറ്റിലിരിക്കുന്ന ന്യൂസ് പേപ്പർ കയ്യിലെടുത്തുകൊണ്ട് അവൻ ഋതന്റെ അടുത്തേക്ക് ഇരുന്നു. എന്നാ അപ്പച്ചി പോയിട്ട് ഷിഗയോട് പറ അഞ്ജലിക്ക് ഒരു കോഫി ഇട്ട് കൊടുക്കാൻ. അവൾക്കതിന് കോഫി ഉണ്ടാക്കാൻ അറിയില്ലല്ലോ. അങ്ങനെയല്ലേ പഠിക്കാം. ചെല്ലാൻ പറ, ലച്ചു പഠിപ്പിച്ചു തരും. ഒരു കോഫിയല്ലേ, അതുപോലും ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ അതിന്റെ മോശം നമുക്കല്ലേ അപ്പച്ചി. റയാൻഷ് കൊള്ളിച്ച് പറയുമ്പോൾ അപ്പച്ചി ഇരുന്നിടത്തുനിന്നും എഴുന്നേറ്റ് പോയി. ഷിഗ എന്ന് പറയുന്നത് അപ്പച്ചിയുടെ മൂത്ത മകളാണ്. ഒരു പെണ്ണ് കിട്ടിയപ്പോ അവന് ഞങ്ങളോടൊന്നും വേണ്ടാതെയായി. വന്നു കയറുന്നതിന് മുൻപ് കയ്യിലെടുത്ത് വല്ലാത്ത പെണ്ണ്. സെറ്റിൽ നിന്നും എഴുന്നേറ്റ് സ്റ്റെപ്പ് കയറി മുകളിലേക്ക് നടക്കുമ്പോൾ ഇത്ര ശബ്ദത്തിൽ തന്നെ അവർ പുറപേർത്തു. പറഞ്ഞു കഴിഞ്ഞ് നേരെ നോക്കിയത് അവർക്ക് മുന്നിൽ കൈ കെട്ടി നിൽക്കുന്ന റോഷ്നിയുടെ മുഖത്തേക്കാണ്. എന്താണ് അപ്പച്ചി രാവിലെ തന്നെ മറ്റുള്ളവരെ പ്രാഗിക്കൊണ്ട് പറഞ്ഞുകൊണ്ട്? അപ്പച്ചി പറഞ്ഞത് എന്താണ് ആരെയാണെന്ന് നല്ല ബോധ്യമുണ്ടെങ്കിലും അത് പുറത്തേക്ക് കാണിക്കാതെ റോഷ്നി ചോദിച്ചു. നിന്റെ ഏട്ടന്റെ ഭാര്യയോട് അഞ്ചൊരു ഗ്ലാസ് കോഫി ഉണ്ടാക്കാൻ പറഞ്ഞത് നിന്റെ ഏട്ടന് പിടിച്ചില്ല. അതെന്താ വലിയ അടുത്തേക്ക് ഒരു ഗ്ലാസ് കോഫി ഉണ്ടാക്കി കുടിക്കാൻ കഴിയില്ലേ? റോഷ്നി അമർഷത്തോടെ ചോദിക്കുമ്പോൾ അപ്പച്ചി അവളെ നോക്കി. ഗർഭിണിയല്ലേ, ജോലി ചെയ്യാൻ പാടില്ലല്ലോ. അതിനാ അവനവനെ കുടിക്കാൻ ഒരു ഗ്ലാസ് കോഫി ഉണ്ടാക്കുന്നതൊക്കെ ഒരു ജോലിയാണോ? ഒരു ഗ്ലാസ് കോഫിയല്ലേ, അല്ലാതെ ഒരു കലം കോഫി അല്ലല്ലോ. അതും പറഞ്ഞിട്ട് അപ്പച്ചിക്ക് മുഖം കൊടുക്കാതെ റോഷ്നി താഴേക്ക് ഇറങ്ങി. അപ്പച്ചി അവളെ നോക്കി പല്ല് കടിച്ചിട്ട് മുകളിലേക്ക് നടന്നു. ലച്ചു അടുക്കളയിലേക്ക് കയറുമ്പോൾ ആദ്യം നോക്കിയത് അഞ്ജലിയാണ്. ഇന്നലെ ഇരുന്ന അതേ ചേർന്നിരിക്കുന്നുണ്ട്. ആ മോള് വന്നോ? അഞ്ജലിനും മോൾ ഇന്നലെ ഉണ്ടാക്കി കൊടുത്ത് കോഫി വേണമത്രേ. ഈ നേരം വരെയും ഒന്നും കുടിച്ചില്ല, അത് വേണമെന്ന് പറഞ്ഞിരിക്കുക. ജോലിക്ക് നിൽക്കുന്ന ചേച്ചി ലച്ചുവിനെ കണ്ടതും പറഞ്ഞു. അപ്പോഴാണ് ചേർന്നിരിക്കുന്ന അഞ്ജുവും കറി താളിക്കുന്ന സുഭദ്രയും തിരിഞ്ഞു നോക്കിയത്. സുഭദ്രയുടെ മുഖത്തൊരു വല്ലായ്മയുണ്ട്. അത് അനുഭവം കൊണ്ടാവാം. എല്ലാ സുഭദ്രയുടെ തലയിലേക്ക് വന്ന പോലെ ലച്ചുവിന് തലയിലേക്ക് വരുമോ എന്നുള്ള ടെൻഷൻ. ഇന്നലെ ലക്ഷ്മി എനിക്കുണ്ടാക്കി തന്ന കോഫി കുടിച്ചിട്ടാ എന്റെ തലവേദന മാറിയത്. നല്ല സുഖം ഉറക്കവും കിട്ടി. രാത്രി ഉറങ്ങിയിട്ട് രാവിലെ ഞാൻ എഴുന്നേറ്റത്. അഞ്ച് ചീരിയോടെ പറയുമ്പോൾ ലച്ചു അതിൽ നിന്ന് ചിരിച്ചുകൊണ്ട് ഫ്ലാസ്കിൽ നിന്ന് കോഫി ഒരു കപ്പിലേക്ക് ഒഴിച്ചു. കിച്ചുവേട്ടനുള്ള കോഫിയാണ്, ഇതുകൊണ്ട് കൊടുത്തിട്ട് വന്ന് ഉണ്ടാക്കിത്തരാം. ലച്ചു പറയുമ്പോൾ അഞ്ച് പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടി. ലച്ചു കോഫിയുമായി നേരെ റയാൻഷിന്റെ അടുത്തേക്ക് നടന്നു. ചുറ്റും എല്ലാവരും ഇരിക്കുന്നത് കൊണ്ട് കയ്യിലുള്ള കപ്പ് അവന്റെ കയ്യിലേക്ക് കൊടുത്ത് അവൾ തിരിഞ്ഞു നടന്നു. ആ പോക്ക് അഞ്ജലിക്ക് കോഫി ഉണ്ടാക്കി കൊടുക്കാനാണെന്ന് അവനറിയാം. പക്ഷെ ഒന്നും മിണ്ടിയില്ല. അവളോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഇതൊരു ശീലമാക്കണമെന്ന് ഭാര്യയോട് പറഞ്ഞേക്ക്. കോഫി ചുണ്ടോട് മുട്ടിക്കുമ്പോൾ അടുത്തിരിക്കുന്ന രുത്തിനോട് അവൻ പറഞ്ഞു. രുത്തിനൊന്നും മിണ്ടിയില്ല. അവനെന്തോ ആലോചനയിലായിരുന്നു. വലിയടത്തേക്ക് കോഫി ഉണ്ടാക്കാവും അല്ലേ? റോഷ്നിയുടെ ശബ്ദം കേട്ട് ലച്ചു തിരിഞ്ഞു നോക്കി. അഞ്ജലിയും റോഷ്നിയും ഒന്ന് നോക്കി. സുഭദ്ര ഹാളിലാണ്. ലച്ചു റോഷ്നിയെ നോക്കി തല കുലുക്കി. ഏടത്തിയുടെ കോഫി വലിയടത്തേക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടോ ചോദിച്ചുകൊണ്ട് അഞ്ജലിയുടെ അടുത്തുള്ള ചെയറിലേക്ക് ഇരുന്നു. ഇഷ്ടപ്പെട്ടോ എന്നോ?
ഹോ, എൻ്റെ ജീവിതത്തിൽ ഇതുപോലൊരു കോഫി ഞാൻ കുടിച്ചിട്ടില്ല. അത് കുടിച്ചപ്പോൾ എൻ്റെ തലവേദന മാറി. അഞ്ജു പറയുമ്പോൾ റോഷ്നി തലയാട്ടി. അപ്പം ലച്ചുവിനെ നോക്കി അവൾ കോഫി ഉണ്ടാക്കുകയാണ്. ഏട്ടത്തി, ഈ കോഫി എങ്ങനെ ഉണ്ടാക്കുന്നെന്ന് വലിയ ഏട്ടത്തിക്ക് പറഞ്ഞു കൊടുക്ക്. എന്നാലല്ലേ അടുത്ത പ്രാവശ്യം ഉണ്ടാക്കാൻ പറ്റൂ. എപ്പോഴും ഒരാൾക്ക് ഉണ്ടാക്കി തരാൻ പറ്റുമോ? ഒരാൾ ഉണ്ടാക്കി തരുന്നതിനേക്കാൾ നല്ലത് സ്വന്തമായി ഉണ്ടാക്കി പഠിക്കുന്നതല്ലേ. പഠിക്കണം, ഡെലിവറി ഒക്കെ കഴിയട്ടെ, എന്നിട്ട് എന്തായാലും പഠിക്കണം. റോഷ്നി പറയുമ്പോൾ അഞ്ജു അതിന് കാര്യമായി തന്നെ മറുപടി കൊടുത്തു. റോഷ്നിക്ക് അത് കേട്ട് ചിരിയാണ് വന്നത്. അതിന് ഞാൻ ഭാരിച്ച പണിയൊന്നും ചെയ്യാൻ പറഞ്ഞില്ല. സ്വന്തമായി കുടിക്കാൻ സ്വയം ഒരു ഗ്ലാസ് കോഫി വെക്കാൻ പഠിക്കണമെന്നേ പറഞ്ഞോളൂ. അതിനെന്തിനാ ഡെലിവറി കഴിയുന്നത്? ഒരു ഗ്ലാസ് വെള്ളം പാത്രത്തിലേക്ക് ഒഴിക്കുമ്പോഴേക്കും കുഞ്ഞീ, റോഷ്നി പറഞ്ഞ് പൂർത്തിയാക്കിയില്ല. അതിനു മുൻപ് സുഭദ്ര അവളെ തടഞ്ഞു. ഞാൻ കാര്യം പറഞ്ഞതാ. നമുക്കറിയാമെങ്കിൽ അവനവനെ കുടിക്കാൻ കൊതി തോന്നുമ്പോൾ ഉണ്ടാക്കി കുടിക്കാം. അതല്ലെങ്കിൽ മറ്റുള്ളവരുടെ പിന്നാലെ നടക്കണ്ടേ? അവൾ നടന്നോളും, നീ പോയി നിന്റെ പണി നോക്ക്. സുഭദ്ര കടുപ്പിച്ചു പറയുമ്പോൾ റോഷ്നി അഞ്ജലിയെ നോക്കിക്കൊണ്ട് ചെറിയിൽ നിന്നും എഴുന്നേറ്റും. പറഞ്ഞത് പറ്റിയില്ലെന്ന് ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അമ്മയും എല്ലാം ചെയ്ത് പിന്നാലെ നടന്ന് അത് കാണിച്ചു കൊടുത്തു. എൻ്റെ ഏട്ടത്തെ കൂടി ഇങ്ങനെ പഠിപ്പിച്ചു കൊടുത്താലുണ്ടല്ലോ, ഏട്ടൻ ഏട്ടത്തെ കൊണ്ട് അവിടെ പാട്ടിന് പോകും, പിന്നെ കണി കാണാൻ കിട്ടില്ല. അതുകൊണ്ട് മരുമകൾക്ക് നല്ലത് പറഞ്ഞു കൊടുത്താലേ. ഇനി നല്ലത് പറഞ്ഞു കൊടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എന്നെപ്പോലെ ബുദ്ധിയും ബോധവും ഉള്ളവർ പറഞ്ഞു കൊടുക്കുമ്പോൾ തടുക്കാൻ വരരുത്. സുഭദ്രയെ കടന്നുകൊണ്ട് അടുക്കളയിൽ നിന്നും പോകുമ്പോൾ സുഭദ്രയ്ക്ക് മാത്രം കേൾക്കാൻ തരത്തിൽ പറഞ്ഞു. റോഷ്നി സുഭദ്രയെ നോക്കാതെ പുറത്തേക്ക് പോയി. ഇതാ കോഫി. അഞ്ജലിയുടെ മുന്നിലെ ടേബിളിൽ കോഫി ഗ്ലാസ് വെച്ചുകൊണ്ട് ലച്ചു പറഞ്ഞു. അഞ്ജു മുഖം ഉയർത്തി ലച്ചുവിന്റെ മുഖത്തേക്ക് നോക്കി. ലച്ചു ഒന്ന് ചിരിച്ചു കൊടുത്തു. കോഫി ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞു തരാം. ഇനി കുടിക്കാൻ തോന്നുമ്പോൾ സ്വയം ഉണ്ടാക്കി കുടിക്കാലോ. അത്രയും പറഞ്ഞുകൊണ്ട് ലച്ചു പുറത്തേക്ക് നടന്നു. സുഭദ്ര രണ്ടുപേരെയും മാറി മാറി നോക്കി. പിന്നെ ദീർഘമായെന്ന് ശ്വാസം വിട്ടു. ഇതൊരു നടക്കി പോവില്ലെന്ന് തോന്നിയതുകൊണ്ടാവാം മക്കൾക്ക് നല്ലത് ബുദ്ധി കൊടുക്കണമെന്ന് ആത്മാർത്ഥമായി അവർ ആ നിമിഷം പ്രാർത്ഥിച്ചു. 2 ദിവസങ്ങൾ വലിയ മാറ്റമില്ലാതെ പോയി. ഞായറാഴ്ച വൈകുന്നേരം എല്ലാവരും വീട്ടിലുള്ള സമയമാണ്. അപ്പോഴാണ് രുദ്രനും മഞ്ജുവും റെഡിയായി ഇറങ്ങി വരുന്നത്. നിങ്ങൾ എങ്ങോട്ടാ? മുത്തശ്ശനുള്ള ചായമായി അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് വന്ന അപ്പച്ചി അവരെ രണ്ടുപേരെയും നോക്കി ചോദിച്ചു. അഞ്ജുവിന് അവളെ വീട്ടിലാക്കാനാ. അവളുടെ അച്ഛനും അമ്മയും ട്രിപ്പൊക്കെ കഴിഞ്ഞെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി കുറച്ച് ദിവസം അവൾ അവിടെ നിൽക്കട്ടെ. അതിന് എന്നെ ഇങ്ങോട്ട് വന്നത്? മുത്തശ്ശി സെറ്റിൽ ഇരുന്നുകൊണ്ട് അഞ്ജുവിനെ കടുപ്പിച്ചു നോക്കി. അഞ്ജു ഒന്നും മിണ്ടിയില്ല. റൂമിൽ നിന്ന് രുദ്രനുമായി അങ്ങോട്ടും ഇങ്ങോട്ടും 1-2 പറഞ്ഞതിന്റെ ഒരു ദേഷ്യം അവളുടെ ഉള്ളിലുണ്ട്. പൊക്കോട്ടെ മുത്തശ്ശി. ഇവിടെയുള്ളവർക്കൊന്നും അവളെ താങ്ങി പിടിച്ച് നടക്കാൻ സമയമില്ല, സൗകര്യമില്ല. 2 കൈയും കാലും ദൈവം തന്നത് അവനവന്റെ കാര്യങ്ങളെങ്കിലും സ്വയം ചെയ്യാനാണ്. അതൊരു ബുദ്ധി വന്നതിന് ശേഷം തിരിച്ചു വന്നാൽ മതി. അതുവരെ അവൾ അവളുടെ അമ്മയുടെ അടുത്ത് നിൽക്കട്ടെ. അവൾക്ക് അവളുടെ അമ്മയെ നടക്കുള്ളൂ. എൻ്റെ അമ്മ, നിന്റെ അമ്മ എന്നൊക്കെയുണ്ടോ? നമ്മുടെ അമ്മയല്ലേ. എൻ്റെ അമ്മയെപ്പോലെ ഞാൻ നിന്റെ അമ്മയെയും കണ്ടിട്ടുള്ളൂ. ആ സ്വാതന്ത്ര്യത്തിൽ പലതും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഇത്ര ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയില്ലായിരുന്നു. രുദ്രൻ അഞ്ജുവിനെ നോക്കി ഒരു പരിഹാസ രൂപത്തിൽ പറയുമ്പോൾ അത് കേട്ട് അഞ്ജലി തിരിച്ച് ദേഷ്യത്തിൽ പറഞ്ഞു. ഇതുപോലെയൊന്നും അവൾ സംസാരിക്കാത്തതാണ്. ദേഷ്യവും സങ്കടവും വന്നു പോയപ്പോൾ അറിയാതെ പറഞ്ഞു പോയതാണ്. എനിക്ക് ബുദ്ധിമുട്ടാണ്. എൻ്റെ അമ്മയെ കൊണ്ട് നിന്നി പിന്നാലെ നടത്തുന്നത് എനിക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. എൻ്റെ അമ്മയ്ക്ക് നിന്റെ അമ്മയുടെ പോലെ വീട്ടിൽ വെറുതെ ഇരിപ്പിലല്ല പണി. നിന്റെ അമ്മയ്ക്ക് നടക്കും, അതുപോലെ എൻ്റെ അമ്മയ്ക്ക് നടക്കില്ല. കാലും നടുവുമൊക്കെ പകുതിയേടും. അത് വെച്ച് നിന്റെ പിന്നാലെ നടക്കാൻ നിന്നാലേ എൻ്റെ കുഞ്ഞു വരുമ്പോഴേക്കും എൻ്റെ അമ്മ കിടക്കും. അതുകൊണ്ട് പൊന്നുമുളകി സ്വന്തം കാര്യം ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി, അല്ലെങ്കിൽ വരണ്ട. നിന്റെ അച്ഛനും അമ്മയ്ക്കും അപ്പം അവിടെ നിന്നോ. രുദ്രൻ കടുപ്പിച്ച് പറയുമ്പോൾ ഇനിയൊന്നും പറയാനില്ലാത്ത പോലെ അഞ്ജു അവനെ നിറ കണ്ണുകളോടെ നോക്കി. ആരും അവരുടെ കാര്യത്തിൽ ഒരു അഭിപ്രായം പറഞ്ഞില്ല. ഭാര്യയും ഭർത്താവും കൂടെ നടക്കുന്ന വഴക്കിൽ അവരെന്തു പറയാൻ. എന്നാ എല്ലാവരോടും ഞങ്ങൾ പോയിട്ട് വരാം. അതും പറഞ്ഞിട്ട് രുദ്രൻ മുന്നിലിറങ്ങി. അഞ്ജു അവന്റെ പിന്നാലെയും. അടുക്കള വാതിൽക്ക് നിന്ന് ലച്ചും സുഭദ്രയും അവർക്ക് പിന്നാലെ നടന്നു. കുറച്ച് ദിവസം അവിടെ നിന്നിട്ട് മോൾ ഇങ്ങോട്ട് വായോ. ഈ ജോലി നമ്മ അമ്മയ്ക്കൊരു പ്രശ്നമല്ല. എന്നെ കൊണ്ടാവുന്നത് പോലെ അമ്മ നോക്കിക്കോളാം. ചെരിപ്പിടാൻ നിന്ന് അഞ്ജുവിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് സുഭദ്ര പറയുമ്പോൾ അഞ്ജു നിറഞ്ഞ കണ്ണുകളോടെ അവരിന്ന് നോക്കിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല. സുഭദ്രയ്ക്ക് പിന്നിൽ നിൽക്കുന്ന ലച്ചുവിനെയും നോക്കിക്കൊണ്ട് അവൾ കാറിലേക്ക് കയറി. സാരില്ലമ്മ, രുദ്രേട്ടൻ അപ്പോഴത്തെ ദേഷ്യത്തിൽ പറഞ്ഞതാകും. കാർ പോയ വഴി നോക്കി കണ്ണുനീർ തുടയ്ക്കുന്ന അമ്മയുടെ തോളിൽ കൈ വെച്ചുകൊണ്ട് ലച്ചു പറഞ്ഞതും അവർ തല കുലുക്കി. പ്രഗ്നന്റ് ആയതിന്റെ ചില മാറ്റങ്ങളുണ്ട് അവളുടെ സ്വഭാവത്തിൽ. പെട്ടെന്ന് ദേഷ്യം വരും. ഇപ്പോൾ ഒരുതരം മടുപ്പ, ഭയങ്കര മടിയും. കല്യാണം കഴിഞ്ഞത് മുതൽ തന്നെ എന്തെങ്കിലും ചെയ്യാൻ ഇത്തിരി പിന്നിലേക്കാണ്. അവളുടെ അമ്മയുടെ കുഴപ്പമാണ് അതൊക്കെ. എന്തെങ്കിലും ചെയ്ത് പഠിപ്പിച്ചുകൊണ്ട് ഇവിടെ നിന്ന് പോയി അതൊക്കെ അവിടെ പോയാൽ മുടക്കും. നല്ലത് പറഞ്ഞു കൊടുക്കില്ല, അതിൻ്റെ ഒരു പ്രശ്നമാണ് അവൾക്ക്. പാവ, അത്രയ്ക്ക് ഭീകരയൊന്നുമല്ല. സുഭദ്ര പറയുമ്പോൾ ലച്ചു ഒരു ചിരിയോടെ ആ അമ്മായിമ്മയെ നോക്കി.
അവരോട് ഒത്തിരി ബഹുമാനവും ഒത്തിരി സ്നേഹമൊക്കെ തോന്നി. അത്രയും പേരുടെ മുന്നിൽ നിന്ന് സ്വന്തം മകനോട് തർക്കിച്ച ദേഷ്യമൊന്നും മരുമകളോടില്ല. റെഡിയായി ഇറങ്ങി വരുമ്പോഴാണ് എല്ലാവരും അവർ പോകുന്ന വിവരം അറിയുന്നത്. എന്നിട്ട് പോലും അതിൽ പരിഭവമില്ല. മുത്തശ്ശിയും മുത്തശ്ശിനും ഒക്കെയുള്ള വീടല്ലേ, എല്ലാവരോടും മുൻകൂട്ടി പറയണ്ടേ? ഇതൊക്കെയല്ലേ ഒരു മര്യാദ? അതിലൊന്നും ഒരു പരാതിയില്ല. രാത്രി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ശേഷം ലച്ചും റയാൻഷും റൂമിലേക്ക് നടന്നു. റോഷ്നി നാളെ മുതൽ ക്ലാസ്സിന് പോകേണ്ടതുകൊണ്ട് അതിന്റെ തിരക്കിലാണ്. ക്ലാസ് തുടങ്ങിയിട്ട് കുറച്ചായതുകൊണ്ട് എഴുതാനും വരയ്ക്കാനും ഒക്കെ ഇരുന്നു. ഇവിടെ എങ്ങോട്ടെങ്കിലും പോകുന്നതിന് മുൻപ് അച്ഛന്റെ അമ്മയുടെയോ അനുവാദം വാങ്ങിക്കണ്ടേ? മുത്തശ്ശനോടോ മുത്തശ്ശിയോടോ പറയണ്ടേ? എന്തിന്? ലച്ചുവിന്റെ ചോദ്യത്തിന് എ സിയുടെ റിമോട്ട് ഓണാക്കിക്കൊണ്ട് അവൻ സംശയത്തോടെ ചോദിച്ചു. ലച്ചു ഡോർ ലോക്ക് ആക്കിക്കൊണ്ട് അകത്തേക്ക് കയറി. അതല്ലേ ഒരു മര്യാദ? ഏട്ടനും മേടത്തെയും റെഡിയായി ഇറങ്ങി വരുമ്പോഴല്ലേ എല്ലാവരും പറഞ്ഞത്? അതിനു മുൻപ് പറയണ്ടേ? റയാൻഷിന്റെ അടുത്തേക്ക് വന്നുകൊണ്ട് ലച്ചു ചോദിച്ചു. അപ്പം പിന്നിട്ടാൻ വേണ്ടി മൊത്തത്തിൽ അഴിച്ചു വിടർത്തിയിട്ടു. അങ്ങനെ ഒരു ശീലം നമ്മളായിട്ട് ഉണ്ടാക്കിയെടുക്കാതിരിക്കുന്നതാണ് നല്ലത്. വിവരം പറയണം, നമ്മൾ പോവുകയാണെന്ന്. അല്ലാതെ പോവട്ടെ എന്നൊരു ചോദ്യം ശീലിക്കാതെ ഇരിക്കുന്നതാണ് നല്ലത്. റയാൻഷ് അവന്റെ അഭിപ്രായം പറഞ്ഞുകൊണ്ട് ഇട്ടിരുന്ന ടീഷർട്ട് അഴിച്ചു മാറ്റി ഹാങ് ചെയ്തു വെച്ചു. ലച്ചുവിന് ആദ്യം അവൻ പറഞ്ഞത് മനസ്സിലായില്ല. പിന്നെ നിരുത്തി ചിന്തിച്ചപ്പോൾ മനസ്സിലായി. അവരോടൊക്കെ ചോദിച്ചിട്ട് പോകുന്നതല്ലേ മര്യാദ? ലച്ചു ഒരു സംശയത്തോടെ അവനോട് ചോദിച്ചു. റയാൻഷ് ലൈറ്റ് ഓഫ് ചെയ്ത് അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ബെഡിലേക്ക് വീണു. അതൊന്നുമല്ല മര്യാദ. ചോദിക്കാൻ നിന്നതാണ്. എൻ്റെ കുഞ്ഞിയുടെ അടക്കം നീ ചോദിക്കേണ്ടി വരും. അതുകൊണ്ട് നിന്റെ ഭർത്താവ് സമ്മതിച്ചാൽ മാത്രം മതി. വേറെ ആരുടെയും സമ്മതം എൻ്റെ ഭാര്യയ്ക്ക് വേണ്ട. അതും പറഞ്ഞുകൊണ്ട് റയാൻഷ് അവളെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി. അവൻ പറഞ്ഞതിനെ ലച്ചു മറുപടിയൊന്നും പറഞ്ഞില്ല. മിണ്ടാതെ അവനോട് ചേർന്ന് കിടന്നു. അവളുടെ കഴുത്തിൽ കുത്തി കയറുന്ന അവന്റെ താടിയും മീശയിലും ഇക്ലിപ്പെട്ടതുപോലെ ലച്ചു പതിഞ്ഞു ചിരിച്ചു. ഡേറ്റ് കഴിഞ്ഞോ? ചുവന്ന് കയറിയ മുഖത്തോടെ റയാൻഷ് ലച്ചുവിന്റെ മുഖത്തേക്ക് നോക്കി. ലച്ചു ചിരി ഒതുക്കിയില്ലെന്ന് തലയാട്ടി. എന്നാ ചിരിപ്പിച്ചു കൊല്ലാതെ കിടന്നുറങ്ങടി. അവളെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവളെ കഴുത്തിടക്കിലേക്ക് മുഖം അമർത്തിക്കൊണ്ട് അവൻ മുരണ്ടു. പൊട്ടി വന്ന ചിരി അടക്കി പിടിച്ചുകൊണ്ട് ലച്ചു കണ്ണുകളടച്ചു. ഒരു കൈ കൊണ്ട് അവന്റെ തലമുടിയിൽ പതിയെ തലോടി.